തസ്കിയ 160. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽഫായിസീന ബിറിദല്ലാഹ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറയുകയുണ്ടായി, അന ദഅവത്തു അബി ഇബ്രാഹിം, ഞാൻ എൻ്റെ പിതാവാകുന്ന ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണ്, പ്രാർത്ഥനാ ഫലമാണ് എന്ന്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബാലയത്തിൻ്റെ പണി പൂർത്തിയാക്കിയ ശേഷം ഒരു ദുആ നടത്തിയിട്ടുണ്ട്. വഇദ് യർഫഉ ഇബ്രാഹിമുൽ ഖവായിദ മിനൽ ബൈത്ത് വ ഇസ്മാഈലു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും മകൻ ഇസ്മായിൽ നബിയും കൂടെ കഅബയുടെ അടിത്തറ പടുത്തുയർത്തിയ സന്ദർഭം അവിസ്മരണീയമാണ്. അവർ ദുആ ചെയ്തു, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം, റബ്ബനാ വജഅൽനാ മുസ്ലിമീന ലക വമിൻ ദുർരിയ്യതിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക വഅരിനാ മനാസികനാ വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം, റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. റബ്ബനാ വബഅസ് ഫീഹിം, ഞങ്ങളുടെ റബ്ബെ, അവരെ നീ നിയോഗിക്കണേ, റസൂല മിൻഹും, അവരിൽപ്പെട്ട ഒരു റസൂലിനെ, യത്ലു അലൈഹിം ആയാതിക, നിൻ്റെ ആയത്തുകൾ ഓതിക്കൊടുക്കുന്ന, വയുഅല്ലിമുഹുമുൽ കിതാബ് വൽ ഹിക്മ, കിതാബും ഹിക്മത്തും പഠിപ്പിച്ചു കൊടുക്കുന്ന. വിശുദ്ധ കഅബാലയത്തിൻ്റെ പണി കഴിഞ്ഞ ഉടനെ അള്ളാഹുവോട് നടത്തിയ പ്രാർത്ഥനയിൽ ഒരു റസൂലിനെ നിയോഗിക്കാൻ വേണ്ടി അവിടുന്ന് ദുആ ചെയ്തു. ആ ദുആ സത്യത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടായിരുന്നു. അതിനെക്കുറിച്ചാണ് അവിടുത്തെ പ്രതികരണം, അന ദഅവത്തു അബി ഇബ്രാഹിം, ഞാൻ എൻ്റെ പിതാവാകുന്ന ഇബ്രാഹീമിൻ്റെ ദുആ ആണ്. അങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ ഈ സമുദായത്തിന് വേണ്ടി ഒരു റസൂലിനെ നിയോഗിക്കാൻ ദുആ ചെയ്ത് പിരിഞ്ഞുപോയ മഹാനരായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും കുടുംബത്തെയും വിസ്മരിച്ചുകൊണ്ട് ഒരാൾക്കും നിസ്കരിക്കാനോ ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിക്കാനോ സാധിക്കുകയില്ല. ഇബ്രാഹിം എന്ന വാക്ക്, അതിന് അർത്ഥം കൊടുത്തിട്ടുള്ളത് അബുൻ റഹീമുൻ എന്നാണ്. കാരുണ്യവാനായ പിതാവ്, സ്നേഹവത്സലനായ പിതാവ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മക്കളോട് വല്ലാത്ത വാത്സല്യവും സ്നേഹവുമായിരുന്നു. അതുകൊണ്ടാണ് സത്യവിശ്വാസികളിൽ നിന്ന് മരിച്ചു പോകുന്ന ചെറിയ ചെറിയ പിഞ്ചുമക്കൾ ധാരാളമുണ്ടാകും. ആ മക്കളെ സ്വർഗീയ ലോകത്ത് പരിപാലിക്കുന്നതും അവരെ പിതാവായിട്ട് അറിയപ്പെടുന്നതുമൊക്കെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ഇബ്രാഹിം നബിയും സാറാ ബീവിയുമാണ് സത്യവിശ്വാസികൾക്ക് ഖിയാമത്ത് നാൾ വരെ മരിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങൾക്ക് സംരക്ഷകരായിട്ടുണ്ടാവുക എന്ന് തഫ്സീറിൽ കാണാൻ കഴിയും. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിലുണ്ട്, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, താൻ റൗളയിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കണ്ടു. തൻ്റെ ചുറ്റും ജനങ്ങളുടെ സന്തതികളുണ്ടായിരുന്നു. അപ്പോൾ അതൊരു ഹരാണ്. മരിച്ചുപോയിട്ടുള്ള കൊച്ചു കുഞ്ഞുങ്ങളുടെ പിതാവായിട്ട്, അവരെ കളിത്തോഴനായിട്ട്, അവരെ കളിപ്പിക്കാനും ചിരിപ്പിക്കാനും സ്നേഹിക്കാനും വാത്സല്യം പ്രകടിപ്പിക്കാനുമൊക്കെ ഒരു പിതാവ്, ഒരു മാതാവും. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അനുസ്മരിക്കപ്പെടുകയാണ് ഈ സുന്ദരമായ മുഹൂർത്തങ്ങളിൽ. ചെറുപ്രായത്തിൽ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു വലിയ ദിഷണ നൽകിയിട്ടുണ്ട്. ചുറ്റും അന്ധകാര നിബിഡമായ ആ ലോകത്ത്, നമ്രൂദിൻ്റെ താണ്ഡവ ഭരണം നടക്കുന്ന ആ രാജ്യത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെറുപ്രായത്തിൽ തന്നെ
സത്യം കണ്ടെത്തുകയും സത്യം മനസ്സിലാക്കുകയും അത് ഉദ്ഘോഷിക്കുകയും ചെയ്തുവെന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ആതൈന ഇബ്രാഹിം റുഷ്ദഹു മിൻ ഖബൽ, ചെറുപ്പത്തിൽ തന്നെ റുഷ്ദ് നൽകിയെന്ന് ഖുർആൻ പ്രഖ്യാപിച്ചു. നമ്രൂദിൻ്റെ ഭരണകാലത്താണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കുന്നത്. ആ ജനനവും വളർച്ചയും ഒരു അത്ഭുതാവഹമായ സംഭവമായിരുന്നുവെന്ന് അല്ലാമ ഇബ്നുൽ അസീർ റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ താരിഖുൽ കാമിൽ രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ കഴിയും. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നമുക്ക് നാളെ പറയാം.